ഒരു സ്ത്രീ നന്നായാൽ സമൂഹം നന്നായി എന്ന് പറയാനുള്ളതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഞാനതിനൊരു പ്രത്യേക ആംഗിളിലെടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. സ്ത്രീകളുടെ സ്ഥാനം പിടിച്ച് താഴേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തത്. ആക്ച്വലി സ്ത്രീകളുടെ സ്ഥാനം ഉയർത്തുകയല്ല ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീ നന്നായാൽ കുടുംബം നന്നായി എന്ന് നമ്മൾ എപ്പോഴും പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇപ്പോൾ പുരുഷനൊരു ധർമ്മവുമില്ലെന്ന്. ഞാനൊരു പുരുഷനാണ്. ഞാൻ ഭൂമിയിലേക്ക് വന്നത് ഒരു സ്ത്രീയുടെ സഹായത്തോടു കൂടി തന്നെയാണ്. എന്നെ വളർത്തിയതും ഒരു സ്ത്രീയാണ്, എൻ്റെ ഭാര്യയും ഒരു സ്ത്രീയാണ്, എൻ്റെ മകളും ഒരു സ്ത്രീയാണ്, എൻ്റെ സഹോദരിമാരും സ്ത്രീകളാണ്. ഇവരെല്ലാവരും നന്നായപ്പോൾ ഞാൻ നന്നായി. ഇതിൽ ആരെങ്കിലും ഒരാൾ മോശമായിരുന്നു എങ്കിൽ ഞാൻ നല്ലതാവില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ മുതൽ അമ്മ എങ്ങനെയാണോ ചിന്തിച്ചത്, അമ്മ എന്താണോ വളർത്താൻ ആഗ്രഹിച്ചത്, അതുപോലെ വളർന്നു വന്നു. ആ അമ്മ മോശമായിരുന്നുവെങ്കിൽ ഞാൻ നന്നാവും എന്നുള്ളതിന് ഉറപ്പില്ല. ഇനി എൻ്റെ ഭാര്യ മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നാവണമെന്ന് ഉറപ്പില്ല. ഒരു സ്ത്രീ നന്നായാൽ സമൂഹം നന്നായി എന്ന് പറയാനുള്ളതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഇനി നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് ഒരു കാര്യം കൂടി പറയണം. സ്ത്രീ സ്വാതന്ത്ര്യമർഹതയെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ ശരിയായ സെൻറ്റൻസ്. അതിനകത്തൊരു ചെറിയ ഭാഗം മാത്രമേ സ്ത്രീ സ്വാതന്ത്ര്യമർഹത എന്നുള്ളത്. ബാല്യത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ മക്കളും സംരക്ഷിക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ കാരണം എന്താ? പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? യഥേഷ്ടം ഇറങ്ങി നടക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടക്കേണ്ട ഒരു മഹത് വ്യക്തിയാണ്. അതുപോലെയാണ് സ്ത്രീ. സ്ത്രീ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രേഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. സമൂഹത്തിൻ്റെ അടുത്ത തലമുറയെ അല്ലെങ്കിൽ അടുത്ത സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രേഷ്യസ് ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ സമൂഹത്തിൽ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ബാല്യമെന്ന് പറയുന്ന സമൂഹവും മിഡിൽ ഏജ് എന്ന് പറയുന്ന സമൂഹവും വാർദ്ധക്യം എന്ന് പറയുന്ന സമൂഹവും മുഴുവനും സ്ത്രീകളെ സംരക്ഷിക്കേണ്ട രീതിയിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് എന്തായിരിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഞാനതിനൊരു പ്രത്യേക ആംഗിളിലെടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും നമുക്ക് പ്ലാവ് മാവാവാനോ മാവ് പ്ലാവാക്കാനോ പറ്റില്ല. സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സ്ത്രീയായി തന്നെ നമ്മൾ കണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കണം. പുരുഷൻ പുരുഷനായി തന്നെ ജീവിക്കുകയും ചെയ്യണം. ഒരിക്കലും അവർ ഇക്വാലിറ്റി പറഞ്ഞല്ല അവരെ വളർത്തേണ്ടത്. സ്ത്രീകൾ എന്നും പുരുഷനേക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണ്. അതിന് നമ്മളുടെ പുരാണങ്ങളിലേക്ക് യാത്ര ചെയ്താൽ മാത്രമേ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പണ്ട് കാലങ്ങളിൽ നമുക്ക് നോക്കിയാൽ അറിയാം, സ്ത്രീകളായിരുന്നു പുരുഷനെ തിരഞ്ഞെടുക്കുന്നത്. സ്ത്രീകൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. അനേകം പുരുഷന്മാർ വരും, അതിൽ നിന്ന് ക്വാളിറ്റിയുള്ള പുരുഷനെ നോക്കി സ്ത്രീ തിരഞ്ഞെടുക്കും. ഇന്ന് എന്തു പറ്റി? 50-50 ഇക്വാലിറ്റി വന്ന് സ്ത്രീകൾക്ക് ഒരു സ്ഥലത്തും അവർക്ക് നൽകേണ്ട പരിഗണനകൾ പോലും കിട്ടാണ്ടായിട്ട് മാറി. ഇതിന് കാരണം സ്ത്രീകളുടെ സ്ഥാനം പിടിച്ച് താഴേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തത്. ആക്ച്വലി സ്ത്രീകളുടെ സ്ഥാനം ഉയർത്തുകയല്ല ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ പണ്ടും ഇന്നും എന്നും ഉയർന്ന തലമാണ് ഭാരതീയ സംസ്കാരത്തിൽ അലങ്കരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ധർമ്മമുണ്ട്, പുരുഷന് പുരുഷൻ്റെ ധർമ്മമുണ്ട്. മാവിലെപ്പോഴും മാങ്ങയാണ് ഉണ്ടാവുന്നത്, പ്ലാവിൽ ചക്കയാണ് ഉണ്ടാവുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് നമ്മൾ ചടിച്ചിട്ട് കാര്യമില്ല. അതിന് മോഡേൺ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് സ്വാഭാവികമായി പ്രപഞ്ചത്തിൻ്റെ രീതി അതാണ്. പ്രപഞ്ച നിയമം അനുസരിച്ച് ഒരു പുരുഷനും സ്ത്രീയും ജീവിക്കാൻ തയ്യാറായാൽ അങ്ങനെ ആവണമെങ്കിൽ അവനിൽ ആത്മീയത വേണം. എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ആത്മീയത തന്നെയാണ്.